നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ദാസനും വിജയനുമൊക്കെ വലിയ ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു വലിയ തന്ത്രമൊരുക്കിയിരുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.25 വർഷം. കേന്ദ്രത്തെ ഭയപ്പെടുത്തിയും പേടിപ്പിച്ചുമൊക്കെ കുറേ പൈസ വയനാടിൻ്റെ പേരിൽ ഒന്ന് പിടിച്ചു വാങ്ങുക. പിന്നീട് 1 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതി ആസൂത്രണം. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വയനാട് പുനർസമർപ്പണം കേരളത്തിന്. അതൊരു മാമാങ്കമാക്കി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തടുത്തുകൂട്ടാമെന്നായിരുന്നു അവർ കണക്കുകൂട്ടിയത്. എന്നാൽ കേന്ദ്രം എല്ലാം ചതിച്ചെറിഞ്ഞു. പിണറായി വിജയന് തുടർഭരണം ലഭിക്കാനുള്ള മുഖ്യ കാരണം കോവിഡ് കിറ്റും അനുബന്ധ സഹായ വിതരണ പദ്ധതികളുമൊക്കെയായിരുന്നു. കോവിഡ് കിറ്റിനുള്ളിലെ സാധനങ്ങളൊക്കെ കേന്ദ്രം കൊടുത്തത്. എന്നാൽ കിറ്റിന്റെ സഞ്ചി അത് കേരള സർക്കാർ നൽകി. സഞ്ചിയിൽ അച്ചടിച്ചതൊക്കെ കണ്ട് ജനം കണ്ണുമിഴിച്ചു. കരുതലിന്റെ സർക്കാർ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ക്യാപ്റ്റൻ അങ്ങനെ ഹീറോ ആയി. രണ്ടാം തുടർഭരണത്തിൽ പിണറായി വിജയൻ സർക്കാർ ജനങ്ങളിൽ നിന്നകന്നു. അതിനിടയിലായിരുന്നു വയനാട് ദുരന്തം. ദുരന്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ ഉണർന്ന് പ്രവർത്തിച്ചു. കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതാവട്ടെ 2000 കോടി രൂപ. വെറുതെ പണം നൽകാൻ കഴിയില്ല, അതിന് ചില കണക്കുകൾ ഉണ്ടാവണമെന്ന് കേന്ദ്രം കേരളത്തെ ഓർമ്മപ്പെടുത്തി. കേരളത്തിന് കലി പിടിച്ചു. നേരെ ഹൈക്കോടതിയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനം. മോദിയെ കാര്യങ്ങളൊക്കെ കാട്ടി ബോധ്യപ്പെടുത്തി കുറെ പണം ഇങ്ങോട്ടേക്ക് അയപ്പിക്കാം എന്നതായിരുന്നു കേരള സർക്കാരിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ കേന്ദ്രം കൃത്യമായി കാര്യം പറഞ്ഞു. വെറുതെ പണം നൽകാൻ കഴിയില്ല, അതിന് കൃത്യമായ പദ്ധതി വേണം. പദ്ധതികൾക്ക് അടങ്കൽ തുക കൃത്യമായി നിങ്ങൾ കണ്ടുപിടിക്കണം. ആ അടങ്കൽ തുക മാത്രമേ കേരളത്തിലേക്ക് കൈമാറാൻ കഴിയൂ. കോടതിയിൽ പോയിട്ടും കേരള സർക്കാരിന് വലിയ രക്ഷ കിട്ടിയില്ല. കോടതി എടുത്തുടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ദുരിതാശ്വാസ ഫണ്ട് എന്തു ചെയ്തു എന്ന കോടതിയുടെ ചോദ്യത്തിന് പോലും വ്യക്തമായ ഉത്തരം പറയാൻ കേരള സർക്കാരിന് കഴിഞ്ഞില്ല. എല്ലാറ്റിനുമൊടുവിൽ കേന്ദ്രം പറഞ്ഞു, വയനാട്ടിൽ നിങ്ങൾ എന്തൊക്കെ പുനർനിർമ്മാണ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പദ്ധതികളുടെ കൃത്യമായ രൂപരേഖ കേന്ദ്രത്തിന് നൽകണം. ഒടുവിൽ കേരളം 16 പദ്ധതികളുടെ രൂപരേഖ കേന്ദ്രത്തിന് നൽകുന്നു. ആ 16 പദ്ധതികൾക്ക് വേണ്ട മുഴുവൻ ചെലവും കേന്ദ്രം കേരളത്തിന് കൈമാറുന്നു. അതാവട്ടെ വായ്പയുടെ രൂപത്തിൽ. നാളെയോ മറ്റന്നാളോ ഈ വായ്പ തിരിച്ചടയ്ക്കേണ്ട. 50 വർഷങ്ങൾക്ക് ശേഷം മാത്രം തിരിച്ചടച്ചാൽ മതി ഈ വായ്പ. ഒരു നയ പൈസ പലിശയില്ലാതെയാണ് ഈ പണമത്രയും കേരളത്തിന് കൈമാറുക. വയനാടിന്റെ പുനർനിർമ്മാണത്തിന് കേന്ദ്രം അനുവദിച്ചത് 530 കോടിയുടെ പലിശരഹിത വായ്പ. എന്നാൽ ഇതിനെതിരെ ഇന്നലെ കലിപൊട്ടുന്ന കേരള സർക്കാരിനെയാണ് നമ്മൾ കണ്ടത്. 45 ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ പദ്ധതികൾ പൂർത്തിയാക്കും? അതിന് വലിയ കാലതാമസമെടുക്കുമെന്നായിരുന്നു കേരളം ആദ്യം പറഞ്ഞത്. പിന്നീട് കേന്ദ്രത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും കേരളം വ്യക്തമാക്കി. എന്നാൽ കാര്യങ്ങൾ പിടിവിട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നീട് ബോധ്യപ്പെട്ടു. ഇന്നലെ വൈകി അടിയന്തരമായി സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു ചേർത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കേന്ദ്രം അനുവദിച്ച വായ്പ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ചർച്ച ചെയ്യാൻ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ഉടൻ വിളിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു. എത്രയും പെട്ടെന്ന് തുക ചിലവഴിക്കാനുള്ള വഴികൾ ആലോചിക്കും. ദുരന്ത നിവാരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി തയ്യാറാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുൻകൈയെടുത്ത് തുടർ നടപടി ചർച്ച ചെയ്യും. പദ്ധതി തുടങ്ങിവെച്ചതിന് ശേഷം കൂടുതൽ സമയം കേന്ദ്രത്തോട് ആവശ്യപ്പെടും. അതാണ് അതിന്റെ ശരിയായ വഴി. പദ്ധതികൾ തുടങ്ങിവെക്കുക, കോൺട്രാക്റ്റുകൾ സുതാര്യമായി കരാറുകാരെ ഏൽപ്പിക്കുക, അതിനുശേഷം കേന്ദ്രത്തോട് കൂടുതൽ കാലതാമസം ആവശ്യപ്പെടുക. 530 കോടിയുടെ പദ്ധതി ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിക്കാനാവും ഒരുപക്ഷെ സർക്കാർ തിടുക്കപ്പെടുക. അതും ഊരാളുങ്കൽ സൊസൈറ്റിയെ അടുത്ത 1 വർഷം ഈ പണിയേൽപ്പിച്ച് ഒച്ചിഴയുന്ന വേഗത്തിൽ വയനാട് പുനർനിർമ്മാണം പൂർത്തിയാക്കി ഇലക്ഷന് മുമ്പൊരു നാടകമൊക്കെ കളിക്കുക. മാർച്ച് 31-നകം ഉപയോഗിക്കണമെന്ന വ്യവസ്ഥയോടെയാണ് ഇപ്പോൾ കേന്ദ്രം വായ്പ അനുവദിച്ചിരിക്കുന്നത്. ഇത് മൂലധന നിക്ഷേപ പദ്ധതികൾക്കുള്ള പ്രത്യേക പലിശരഹിത വായ്പയാണ്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന 2 ടൗൺഷിപ്പുകളിലെ പൊതുകെട്ടിടങ്ങൾ, 110 kV സബ്സ്റ്റേഷൻ, റോഡുകൾ, പാലം, വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളുടെ പുനർനിർമ്മാണം, വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ കിടത്തി ചികിത്സാ സൗകര്യമുള്ള കെട്ടിടം തുടങ്ങി 16 പദ്ധതികൾക്കാണ് കേന്ദ്രം വായ്പ അനുവദിച്ചിരിക്കുന്നത്. കാലപരിധി റദ്ദാക്കണമെന്ന ആവശ്യവുമായി കേന്ദ്രത്തെ സമീപിച്ചാൽ ഏതെങ്കിലും വിധത്തിൽ ഇനി വായ്പ റദ്ദാക്കപ്പെടുമോ എന്ന പേടി.
കിട്ടിയ പണം കൈവിട്ട് കളയാൻ പിണറായി വിജയന് മനസ്സനുവദിക്കുമോ? ഇനി കിട്ടിയ പണം കൈവിട്ടു പോയാൽ ആകാശത്ത് നോക്കി നക്ഷത്രം എണ്ണേണ്ടി വരും സംസ്ഥാന സർക്കാരിന്. കഴിച്ചിട്ടിറങ്ങാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയായി ഇത്തരം പല പ്രയോഗങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകളിൽ നമ്മളിപ്പോൾ കാണുന്നത്. വരുന്ന ഒരു വർഷം കൊണ്ട് വയനാടിനെ വിറ്റ് കാശാക്കാം എന്ന് കണക്കുകൂട്ടിയവർക്കൊക്കെ പള്ളക്കടിക്കുന്ന പരിപാടിയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തത്. പദ്ധതികൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ഓരോ പദ്ധതിക്കും എത്ര രൂപ വീതം ചെലവ് വരും എന്ന് കണക്കുകൂട്ടിയാണ് കേന്ദ്ര സഹായം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതും കേരളത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലേക്കാണ് ഇപ്പോൾ വായ്പ അനുവദിച്ചിരിക്കുന്നത്. ഓരോ വായ്പകളും അനുവദിക്കുമ്പോൾ അതിന് സമയപരിധിയുണ്ട്, അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതുകൊണ്ടാണ് മാർച്ച് 31, 2025 എന്ന സമയപരിധി കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി മാർച്ച് 31 ഈ പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയില്ല എങ്കിൽ യാഥാർത്ഥ്യബോധമുള്ള ചില വസ്തുതകൾ കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിക്കേണ്ടി വരും. 535 കോടിയുടെ 18 പദ്ധതികളാണ് കേരളം കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചത്. അതിൽ 16 കേന്ദ്രം അംഗീകരിച്ചു. 530 കോടിയും കേന്ദ്രം വായ്പയായി അനുവദിക്കാൻ സമ്മതിച്ചു. അനുവദിച്ച തുക പദ്ധതികളിൽ നിന്ന് വകമാറി മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വിനിയോഗിച്ചാൽ അനുവദിച്ച വായ്പ തന്നെ റദ്ദാക്കുമെന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ഒരു വിധത്തിലും ആവർത്തനങ്ങൾ പാടില്ല. വയനാട് പുനരുദ്ധാരണത്തിന് 2000 കോടിയുടെ പ്രത്യേക സഹായ പദ്ധതിയാണ് കേരളം കേന്ദ്രത്തോട് ചോദിച്ചത്. എന്നാൽ കൃത്യമായി പദ്ധതികൾ ഒരുക്കാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കാപ്പെക്സ് വായ്പ കേന്ദ്രം കേരളത്തിന് അനുവദിക്കുന്നത്. സംസ്ഥാന സർക്കാർ നൽകിയ എല്ലാ കണക്കുകളും തള്ളി അടിച്ചുമാറ്റാനുള്ള അവസരമൊക്കെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടുള്ള വായ്പയാണ് ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. വയനാട് പുനരധിവാസത്തിന് SDRFൽ നിന്ന് എത്ര രൂപ ചെലവഴിക്കാൻ കഴിയും എന്ന് കേരള ഹൈക്കോടതി കേരള സർക്കാരിനോട് ചോദിച്ചിരുന്നു. എന്നാൽ വ്യക്തമായ കണക്കുകൾ സമർപ്പിക്കാൻ അന്ന് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല. ഇതിനെ തുടർന്ന് ഹൈക്കോടതി രൂക്ഷമായി കേരള സർക്കാരിനെ വിമർശിച്ചു. കണക്കുകൾ കൃത്യമായി നൽകിയില്ല എങ്കിൽ കേന്ദ്രം എങ്ങനെ സംസ്ഥാനത്തിന് പണം നൽകുമെന്നായിരുന്നു ഹൈക്കോടതി ചോദിച്ചത്. വയനാട് പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച 530 കോടിയുടെ മൂലധന നിക്ഷേപ വായ്പ 50 വർഷത്തിന് ശേഷം തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ എന്തിനാണ് പിണറായി വിജയൻ ഇപ്പോൾ വേവലാതി പിടിക്കുന്നത് എന്ന് കെ സുരേന്ദ്രൻ ചോദിക്കുന്നു. പണം ചെലവഴിക്കാൻ കൂടുതൽ സമയമാണ് വേണ്ടതെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സമയം നീട്ടിക്കിട്ടാനായി കേന്ദ്രത്തിന് മുന്നിൽ സർക്കാരിന് ന്യായമായ കാര്യങ്ങൾ ഉന്നയിക്കാം. സർക്കാരും എംപിമാരും അതിനുള്ള സമ്മർദ്ദം നടത്തണം. നിലവിൽ നൽകിയ തുക ഗ്രാന്റിന് തുല്യമാണ് എന്ന് കെ സുരേന്ദ്രൻ ഓർമ്മപ്പെടുത്തി. സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പറയുന്നു, മരുമകൻ മുഹമ്മദ് റിയാസിന്റെ കാലവും 50 വർഷം കഴിയുമ്പോൾ കഴിയുമല്ലോ, പിന്നെന്തിനാണ് ഇപ്പോൾ തന്നെ ഈ സർക്കാരും പിണറായി വിജയനുമൊക്കെ ഇത്രയധികം വേവലാതി പിടിക്കുന്നത്? കെ സുരേന്ദ്രൻ പറയുന്നു, 50 വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചടയ്ക്കുന്നതിനെ പറ്റിയുള്ള വേവലാതി പിണറായി വിജയനോ UDFനോ ഇപ്പോൾ നടത്തേണ്ടതില്ല. 5 കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ദേശീയ കക്ഷികൾക്ക് വരും. പുനരധിവാസത്തിന്റെ പൂർണ്ണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. കേന്ദ്രം ഇപ്പോൾ വയനാടിനെ കൈയയച്ച് സഹായിച്ചിരിക്കുന്നു. കൂടുതൽ സഹായങ്ങളുമുണ്ടാകും എന്ന് കെ സുരേന്ദ്രൻ. കിട്ടിയ സഹായം ഫലപ്രദമായി ഉപയോഗിക്കാനാണ് സർക്കാർ തയ്യാറാകേണ്ടത്. VD സതീശനും ചില വിചിത്ര പ്രസ്താവനകളുമായി ഇന്ന് രംഗത്ത് വന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് പകരം 529.50 കോടി രൂപ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടി കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്നാണ് VD സതീശൻ പറഞ്ഞത്. കാലിനടിയിലെ മണ്ണ് തന്നെ ഒലിച്ചുപോയി, ജീവനും ജീവനോപാധികളും നഷ്ടപ്പെട്ടു, നിസ്സഹായരായി നിൽക്കുന്ന ഒരു ജനതയാണ് വെല്ലുവിളിക്കുന്നതെന്നും VD സതീശൻ പറയുന്നു. മാർച്ച് 31 മുൻപ് ഈ പണം വിനിയോഗിക്കണമെന്ന് പറയുന്നതിൽ ചില യുക്തികേടുണ്ട്. അത് കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കാമെന്നാണ് കെ സുരേന്ദ്രനെ പോലെയുള്ളവർ പറയുന്നത്. ഇത് VD സതീശന് മനസ്സിലാക്കണം. അതല്ലാതെ കേന്ദ്രത്തെ ഈ വായ്പയുടെ പേരിൽ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് മുച്ചൂടും കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. പദ്ധതി നടത്തിപ്പിന് 1 വർഷ സമയമാവും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുക. അങ്ങനെയെങ്കിൽ അതിന്റെ ഭാരം ചെന്നടിക്കുന്നത് VD സതീശന്റെ പള്ളക്കിട്ടാണ് എന്ന് സതീശൻ പോലും പറഞ്ഞുപോകുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വയനാട് പാക്കേജൊക്കെ പൂർത്തിയാക്കി കേരള സർക്കാർ ജനങ്ങളിലേക്ക് വോട്ട് തേടാനായി അങ്ങിറങ്ങും. അപ്പോൾ UDF നിൽക്കുന്നത് മിഴുങ്കസ്യ എന്ന ഭാവത്തിൽ. പരമാവധി വേഗത്തിൽ വയനാട് പാക്കേജ് പദ്ധതികളൊക്കെ ഈ സർക്കാർ പൂർത്തിയാക്കട്ടെ. അതിനുള്ള സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം സംസ്ഥാന സർക്കാരിനൊപ്പം നിന്ന് ഇപ്പോൾ കേന്ദ്രത്തെ പഴിപറയുകയാണ് സതീശൻ.
ഇതിനിടയിൽ ചില കളികളുമായി ഇടതുപക്ഷം രംഗത്തെത്തി. കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ സമരത്തിലേക്ക് നീങ്ങുമെന്ന പ്രഖ്യാപനമാണ് നേതാക്കൾ നടത്തുന്നത്. എന്നാൽ സംസ്ഥാനം പുറത്തുവിട്ട ആദ്യഘട്ട പുനരധിവാസ പട്ടികയിൽ അർഹരായവർ ഉൾപ്പെട്ടിട്ടില്ല എന്ന പരാതി എന്തുകൊണ്ട് ഈ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നു. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് ശ്രമിക്കുന്ന കേരളത്തിന് മുന്നിൽ കേന്ദ്രം വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നുവെന്നാണ് മന്ത്രി കെ രാജൻ ആരോപിക്കുന്നത്. വയനാട് ദുരന്തത്തോട് മനുഷ്യത്വപരമായ നിലപാടാണ് ആദ്യം തന്നെ എടുത്തത്. ഇവിടെയാണ് നമ്മൾ സംസ്ഥാന സർക്കാർ വയനാട്ടിലെ ജനങ്ങൾക്കു വേണ്ടി എന്തു ചെയ്തുവെന്ന ചോദ്യം ഉയർത്തേണ്ടത്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ SDRF ഫണ്ടിലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഹൈക്കോടതി ഫിനാൻഷ്യൽ ഓഫീസറോട് ആവശ്യപ്പെട്ട സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ട്. അന്ന് ഫിനാൻഷ്യൽ ഓഫീസർ നൽകിയ കണക്കുകളിലെ വൈരുദ്ധ്യം ഹൈക്കോടതി എടുത്തൊടുത്തിരുന്നു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു അന്ന് ഹൈക്കോടതി പോലും ആവശ്യപ്പെട്ടത്. SDRFൽ എത്ര പണമുണ്ട് എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് 677 കോടി എന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മറുപടി. കേന്ദ്ര സർക്കാർ എത്ര രൂപ നൽകിയെന്നതിന് 2 തവണയായി 291 കോടി എന്ന മറുപടി. കിട്ടിയ 677 കോടിയിൽ എത്ര ബാക്കിയുണ്ട് എന്ന ചോദ്യത്തിനന്ന് സംസ്ഥാന സർക്കാരിന് കോടതിയിൽ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. പാസ്ബുക്കിലുള്ളത് ബാങ്കിലുണ്ടോ എന്ന സംശയം മാത്രമാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പ്രകടിപ്പിച്ചത്. കോടതി പോലും ആകെ അമ്പരന്ന് പോയി. കൃത്യമായ കണക്കുകൾ കേന്ദ്രത്തിന് കൈമാറാത്തതായിരുന്നു കേന്ദ്ര സഹായം വൈകിയതിനു പിന്നിൽ. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കേരളത്തിന്റെ ദുരന്ത പ്രതികരണ ഫണ്ടിൽ ബാക്കിയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിരുന്നു. ഇത് പൊളിക്കണമെങ്കിൽ കൃത്യമായ കണക്കുകൾ അന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു സംസ്ഥാന സർക്കാർ. അതിൽ കേരള സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടു. 2024 ഏപ്രിൽ 1 വരെ 394 കോടി രൂപ SDRFൽ ബാക്കിയുണ്ട് എന്ന് അക്കൗണ്ടന്റ് ജനറൽ അറിയിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്രം മറുപടി പറഞ്ഞിരുന്നു. 2024-25 SDRFലേക്ക് 388 കോടി രൂപ കൈമാറിയതിൽ 291 കോടി കേന്ദ്രവിഹിതമാണ്. എന്നാൽ വയനാടിന് പ്രത്യേക സഹായമായി 1500 കോടി രൂപയാണ് കേരളം കേന്ദ്രത്തോടെന്ന് ആവശ്യപ്പെട്ടത്. കേരളം ആവശ്യപ്പെടാതെ തന്നെ സ്ഥലം സന്ദർശിച്ച് സ്ഥിതി മനസ്സിലാക്കാൻ കേന്ദ്ര സംഘത്തെ അന്ന് നിയോഗിച്ചിരുന്നു. അവരുടെ റിപ്പോർട്ടുകളുടെയും വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വായ്പ അനുവദിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ നിയമമനുസരിച്ച് കേന്ദ്ര സർക്കാർ വർഷാവർഷം നൽകേണ്ട സഹായം മാത്രമേ കേരളത്തിന് നൽകിയിട്ടുള്ളൂ. ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും ലഭിക്കുമായിരുന്ന ഈ ഫണ്ട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് പര്യാപ്തമല്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ കൈവശം കണക്കുകളില്ല. ഒടുവിൽ തർക്കം മൂത്തു കോടതിയിൽ വിഷയമെത്തി. അവിടെയും പ്രശ്നങ്ങൾ തീർന്നില്ല. പിന്നീട് വിശദമായ കണക്കുകൾ സമർപ്പിക്കാൻ കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ടു. 18 പദ്ധതികൾ അവതരിപ്പിച്ചതിൽ 16 എണ്ണവും കേന്ദ്രം അംഗീകരിക്കുന്നു. കേന്ദ്രം നൽകിയ സഹായം പര്യാപ്തമാണ് എന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള താമസം, അതിന്മേൽ കൂടുതൽ ആരോഗ്യകരമായ ചർച്ചകൾ ഉയരട്ടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.